സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെജ് കേക്കാണ്. വെജിറ്റേറിയൻ കേക്ക്, അതായത് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക്. ഞാൻ ക്രിസ്മസ് ടൈമിൽ 2 തരം കേക്ക് ഉണ്ടാക്കിയിരുന്നു. ഒന്ന് ആട്ട കേക്കും, രണ്ടാമതാണ് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള കേക്കും. ആ 2 കേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആട്ട ഉപയോഗിച്ചിട്ട് വെജ് കേക്ക് ഉണ്ടാക്കാനാണ്. മൈദ ഞാൻ തൊട്ടിട്ടില്ല. 2 ഗ്ലാസ് ആട്ട വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് ആട്ട, 1 ഗ്ലാസ്സിൽ പാൽ വെച്ചിട്ടുണ്ട്, 1/2 ഗ്ലാസ് തൈര് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് പഞ്ചസാര വെച്ചിട്ടുണ്ട്, ഓയിൽ വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമനുസരിച്ച് ചേർക്കാം. വാനില എസൻസ്, ടൂട്ടി ഫ്രൂട്ടി, ഇത് ബട്ടർ കുറച്ചുള്ള കേട്ടോ ഉണ്ട്. പിന്നെ നോക്കൂ, ബേക്കിംഗ് സോഡയാണ്, ഇത് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ ബട്ടർ പേപ്പർ ഇതേ കട്ട് ചെയ്തതേ ഈ പാത്രത്തിൽ ഉണ്ടാക്കണേ. എനിക്ക് മൈക്രോവേവിൽ OTG എൻ്റെ കേട് വന്ന് പോയി. ഇനിയിപ്പോൾ മൈക്രോവേവിൽ ഉണ്ടാക്കാൻ എനിക്ക് അറിയൂല. മൈക്രോവേവ് ഉണ്ട്, പക്ഷേ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാതെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഓയിൽ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരൊറ്റ അടി മിക്സിയിൽ ഇതെല്ലാം കൂടി അടിച്ച് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ ചെയ്യേണ്ട പണിയാണ്. ആദ്യം തന്നെ ഞാൻ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരിപ്പെടുത്തു. ഇത് 2 ഗ്ലാസ് ആട്ട ഞാൻ ഇതിലിട്ടു കേട്ടോ. 2 ഗ്ലാസ് ആട്ട ഇട്ടു. ഈ 2 ഗ്ലാസ് ആട്ട എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം. അരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് വേണം അരിക്കാൻ. സോഡ ഇട്ടു, 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത് നല്ല പോലെ അരിക്കണം. 1 പ്രാവശ്യം ഞാൻ സ്ട്രെയിൻ ചെയ്യുള്ളൂ. 2 പ്രാവശ്യം ഒന്നും നിർബന്ധമില്ല കേട്ടോ. 1 പ്രാവശ്യം ചെയ്താൽ മതി. 2 പ്രാവശ്യം ചെയ്താൽ കൂടുതൽ നന്നാവും എന്ന് പറയണ്ടേ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. 1/2 ഗ്ലാസ് പഞ്ചസാര. അതേ മധുരത്തിരി കുറഞ്ഞാലും വിരോധമില്ല. പഞ്ചസാര ഇട്ടു. പിന്നെ 1/2 ഗ്ലാസ് പാലൊഴിച്ചു. 1/2 ഗ്ലാസ് എണ്ണ ഒഴിച്ചു, ഓയിൽ ഒഴിച്ചു. ഇനി 1/2 ഗ്ലാസ് തൈര്. ഇതിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈ തൈര് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉള്ളതാണ്. തൈര് ഒഴിച്ചു കേട്ടോ. കഷ്ണം ബട്ടർ ഇടുന്നു കേട്ടോ. ഇതിൽ ബട്ടർ ഇട്ടു. ഞാൻ ബട്ടർ ഇട്ടിട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് വരെ ഇതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ ബട്ടറല്ല, കുറച്ച് ബട്ടർ. വാനില എസൻസ്, കുറച്ച് വാനില എസൻസ് ഒഴിക്കണം കേട്ടോ. 1/2 ടീസ്പൂണെന്ന് തന്നെ പറയാം, അത്ര തന്നെ വേണ്ട. ഇത് നല്ലപോലെ വിസ്കോട്ടൊന്ന് ചെയ്യാം. ഒരു നുള്ളു ഉപ്പിട്ടു കേട്ടോ. അധികം ഇളക്കൊന്നും വേണ്ട, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പിന്നെ അവസാനം ഇട്ടാലും മതി, കുഴപ്പമില്ല. ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഇടുക, അണ്ടിപ്പരിപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെക്കറേഷൻ ചെയ്യാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടു. അത് കഴിഞ്ഞ് അതായത് ഇട്ടു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേഷൻ പിന്നെ ചെയ്യാം. ഇതൊന്ന് ഇളക്കുക. ഈ പാത്രത്തിൽ കേട്ടോ ഞാൻ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇരിക്കണം. ക്രിസ്മസ് ടൈമിൽ പറഞ്ഞിരുന്നു വെജ് കേക്ക് ഉണ്ടാക്കാമെന്ന്. അത് കാരണം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ വേണ്ട ഡെക്കറേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണേ ഇപ്പോൾ തൈര് ചേർത്തു. ഇതിൽ സ്പെഷ്യലി തൈരാണ് ഞാൻ ചേർത്തുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഏലക്കായ ചേർത്തിട്ടില്ല, കരിയാമ്പൂ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം, പട്ട ചേർക്കാം. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്താ വെച്ചാൽ മുട്ട ചേർക്കുന്നില്ല, അത് കാരണം കൊണ്ട് അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർത്തിരുന്നത്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ആട്ട, ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കുറച്ച് ബട്ടർ, അല്ലെങ്കിൽ മുഴുവൻ ബട്ടറാക്കാം. ഇതിൻ്റെ കയ്യിൽ കുറച്ച് ബട്ടറേ ഉള്ളൂ, അത് കാരണം കൊണ്ട് കുറച്ച് ബട്ടർ ചേർത്തു. പിന്നെ പഞ്ചസാര, ഉപ്പ്, പാല്, തൈര്,
ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ അളവൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ തയ്യാറാക്കാം. അതാ നമുക്ക് ശരിയാക്കണം. അപ്പോൾ അത് കാരണം കുറച്ച് ഉപ്പെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിന് ചുറ്റും ഇടണം. അത് നല്ലതാണ്. അങ്ങനെ എല്ലാവരും ചെയ്യില്ല, അത് കാരണം ഞാനും ചെയ്യും. വളരെ നല്ലതാണ്. കരിയില്ല, അടിഭാഗമൊന്നും കരിയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു. ഉപ്പിട്ട് ഇടാം. പിന്നെ കുക്കർ ചൂടാവണം കേട്ടോ. 5 മിനിറ്റ് നല്ലോണം ചൂടായതിന് ശേഷം ഇത് വെക്കാൻ പാടുള്ളൂ. 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് ഞാൻ ടാപ്പ് ചെയ്യണം, ഇതിലത്തെ എയർ കളയാൻ വേണ്ടിയിട്ടാണ്. ശരി, പിന്നെ ഞാൻ റിങ്ങൊന്നും വെക്കണില്ല. ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചു. റിങ് എൻ്റെ കയ്യിലില്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാൻ ചെയ്യും. കൂട്ടി അടയ്ക്കാൻ ഇത് നോക്കൂ. ഇനി സിമ്മിലാക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടായിരിക്കണേ. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ചൂടായിക്കോട്ടെ. അതിന് ശേഷം അത് സിമ്മിലാക്കിയിട്ട് നമുക്കൊരു 40 മിനിറ്റ് എങ്ങനെയായാലും കുക്ക് ചെയ്ത് വരും. ഒരു നോൺ വെജ് മുട്ടയില്ലാത്ത കാരണം ചിലപ്പോൾ പക്ഷേ പെട്ടെന്ന് തയ്യാറാവാൻ കാര്യം അങ്ങനെയല്ലേ ചെയ്യുന്നത്. കണ്ടോ, ഇതാ ഡിമോൾഡ് ചെയ്തു. ഇനി ആ പേപ്പർ മാറ്റിട്ട് കേട്ടോ. ഇതാ ഇതിന് തിരിച്ചേക്കട്ടെ. എന്താ ഭംഗി നോക്ക്, എന്താ ഭംഗി ഇതിൻ്റെ. നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗി. വളരെ സ്പോഞ്ച് നോക്കൂ. ഇങ്ങനെ പിതുപിതുന്നുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വെജിറ്റേറിയൻ കേക്ക് ഉണ്ടാക്കി നോക്കുക. മുട്ട വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ക്രിസ്മസിന് ഞാൻ മുട്ട ചേർത്ത കേക്കാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ വെജ് കേക്ക് ഉണ്ടാക്കിയത്. ഇതിൽ മുട്ടയില്ല, ഒന്നുമില്ല. ഒരു തൈര്, കുറച്ച് പാല്, കുറച്ച് ഓയിലൊക്കെ എഴുതി ചേർന്നിട്ടുള്ളൂ. ഇത് ആട്ട കൊണ്ടുള്ള കേക്കാണ്, മൈദ കൊണ്ടുള്ള കേക്കല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും കഴിക്കാം. ഷുഗർ പേഷ്യൻസ് അധികം കഴിക്കേണ്ട, മധുരം കുറവുണ്ടായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കഴിക്കാം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറക്കരുത് കേട്ടോ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.